പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷമില്ലേ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 21:18 തിരുവചനം, അത് അച്ഛനീ പറഞ്ഞ കേസാണ്. കർത്താവ് നേരിട്ട് പത്രോസിനോട് പറയും, നീ ചെറുപ്പമായിരുന്നപ്പോൾ നിനക്കിഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നീ സഞ്ചരിച്ചിരുന്നു. ചെറുപ്പമായിരുന്നപ്പോൾ, നിനക്ക് പ്രായം വെച്ചപ്പോൾ, നീ പക്വതയാർന്നപ്പോൾ നീ കൈ നീട്ടുകയും മറ്റുള്ളവർ നിൻ്റെ അര മുറുക്കുകയും നിനക്ക് ആഗ്രഹമില്ലാത്ത സ്ഥലത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. ദാറ്റ് ഈസ് കർത്താവുമായിട്ടുള്ള പ്രണയത്തിലിരിക്കുന്നൊരു വിശ്വാസിക്ക് എപ്പോഴും ഇതുപോലെ ആഗ്രഹമില്ലാത്ത ഇടമുണ്ടാവും. ഞാൻ മുമ്പ് പറഞ്ഞില്ല, ആഗ്രഹമില്ലാത്ത കൊച്ചു ജനിച്ചെന്ന്. ആഗ്രഹമില്ലാത്ത കൊച്ചുങ്ങൾ ജനിക്കും ചില സമയത്ത്. ഞങ്ങൾ ശ്രദ്ധിച്ചില്ല, പെട്ടെന്ന് ആയിപ്പോയെന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ ആഗ്രഹമില്ലാത്ത മക്കൾ ജനിക്കുന്ന എത്രയോ പേര് കൊലപാതകളായിട്ട് ജീവിക്കുന്നതാണെന്ന് അറിയാമോ? മക്കളെ കൊന്നുകളയവർ. പന്നിയുടെ സ്വഭാവം, പന്നി വരണ ഇപ്പം 5-10 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 2-3 ഗർഭച്ചൂലെന്ന് പ്രസവച്ചൂലെന്നും പറഞ്ഞുകൊണ്ട് തിന്നു കളയത്തില്ലേ? അതുപോലെ തന്നെയാണ് ഈ അബോർഷൻ പാർട്ടി. അവരെ മക്കളെ കൊന്നുകളയും. അതായത് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലൊരു മദ്യശാലകളും തുറന്നു, അബോർഷൻ ക്ലിനിക്കും തുറന്നെന്ന്. ഇന്ന് ഇവരുടെ ഗവർണറിനെ കുറ്റം പറയുന്നുണ്ട് ട്രംപ്. You have opened the abortion clinics and liquor shop and church is essential. നിങ്ങൾ എത്രയും വേഗം ദേവാലയം തുറക്കാൻ അനുവാദം കൊടുക്കണമെന്ന്. അപ്പോൾ അമേരിക്കൻ സൊസൈറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അബോർഷൻ ക്ലിനിക്കാണ്. സി ദ വേൾഡ് ഈസ് ഗോയിങ്, ദിസ് ഈസ് വേൾഡ്. ഇതാണ് അവസ്ഥ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അബോർഷൻ വരണത്? അവരുടെ സ്നേഹപ്രകടനങ്ങളും ജഡിക ആസക്തികൾക്ക് വേണ്ടി ശാരീരിക ബന്ധം ഉണ്ടായ എപ്പോഴും അവർ ക്ഷണിക്കപ്പെടാത്ത അതിഥിയെപ്പോലെ ആയിപ്പോയി. ദൈവം തന്ന കുഞ്ഞ്, ദൈവം ഉദരത്തിൽ നൽകിയ കുഞ്ഞ് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായത് കാരണം അവർക്കതിഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് അവർ അബോർഷൻ ക്ലിനിക്ക് തിരക്കണത് കൊറോണ കഴിയുമ്പോൾ, ലോക്ക്ഡൗണിന് മുമ്പ് തന്നെ. ദിസ് ഈസ് ദ വേൾഡ്. ഇത് അമേരിക്ക മാത്രം സംഭവിക്കുന്ന വിഷയങ്ങളല്ല, എല്ലായിടത്തും സംഭവിക്കണത്. നമുക്ക് എത്രയും ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങളെ നമ്മൾ മരുന്ന് കഴിച്ചും, ചില ആൾക്കാർ നമ്പറിൽ മരുന്നൊന്നും കഴിക്കത്തില്ല, തന്നെത്താൻ വയറായിട്ട് ഇടിക്കും. അങ്ങനെയൊക്കെയുള്ള സ്ത്രീകളുണ്ട്. ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അച്ഛൻ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഒക്കെ ആണെന്നൊക്കെ ധരിച്ചാൽ, അല്ലാതെ അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യം മേമ്പൊടിക്ക് വേണ്ടി കുട്ടിത്തമാശകളൊന്നും പറയത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ, കഥ പോലും പറയത്തില്ല. അപ്പോൾ ചില ആൾക്കാർ അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്ത് പോയത് എൻ്റെ മക്കൾ ചിലപ്പോൾ അറിയാതെ, ദൈവത്തെ വേണ്ട വിധത്തിൽ അറിയാത്തൊരു കാലമായിരിക്കാം. നിങ്ങൾ അമ്മയോട് പറഞ്ഞ് റിപ്പൻ്റ് ആകണം. അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഈശോനെ അറിയത്തില്ല, എനിക്കത്ര അനുഭവം തോന്നിയില്ല, ഞാനൊരു കാലത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചു, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ്. ഇപ്പം നമ്മളെ ക്ഷമ ചോദിച്ച കൊണ്ട് ദൈവത്തിന് വല്ലതും പ്രത്യേകിച്ച് ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. എന്തിനാണ് അങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധ നമ്മുടെ അഹങ്കാരം കുറയും. ക്ഷമ ചോദിക്കാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ അഹങ്കാരത്തിലാണ് നിലനിൽക്കുന്നത്. അതാണ് ക്ഷമയുടെ പ്രശ്നം. അല്ലാതെ നമ്മൾ ക്ഷമ ചോദിച്ചതുകൊണ്ട് കർത്താവിന് എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടാനില്ല. അപ്പം നമ്മുടെ അഹങ്കാരം കുറയും. ഐ ആം സോറി എന്ന് പറയുമ്പോൾ ഞാൻ ഭഗ്നാശനാണ് എന്ന് നമ്മൾ എളിമയോടെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ദൈവത്തിന് പരിശുദ്ധാത്മ നൽകാൻ എളുപ്പമാണ്. അതാണ് എൻ്റെ ഗുണം. നമ്മളിപ്പോൾ ഒരു കാലത്ത് മനുഷ്യനല്ലേ, ചിലപ്പോൾ വേണ്ടത്ര അറിവില്ലാത്ത ഒരു കാലം ഉണ്ടാകുമ്പോൾ ചില അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ അതിനകത്ത് മത്സരം പിടിച്ച് ഞാൻ ചെയ്തത് ശരിയെന്ന് പറഞ്ഞ് നീതീകരിച്ചുകൊണ്ട് നടക്കത്തില്ലേ? പിശാച് എപ്പോഴും നീതീകരണത്തിൻ്റെ ആളാണ്. അയാൾ ചെയ്തത് എപ്പോഴും ശരിയാണെന്ന് പറയുന്ന ആളാണ്. അത് മരണം വരെ പറയാനിട വന്നാൽ അതിനേക്കാൾ വലിയ ശാപമില്ല. അതുകൊണ്ട് അബദ്ധം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം ആത്മാവ് നിറയാൻ വേണ്ടി കർത്താവിനോട് മാപ്പ് ചോദിക്കണം. ശ്രുതികട ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പാവനാത്മാവേ, ശൂന്യത നേര
വീണ്ടും ജീവനേകുക. സ്നേഹത്തോടെ പ്രാർത്ഥിക്കും മക്കളെ. കർത്താവ് നിന്നെ സ്പർശിക്കുന്ന സമയമാണ്. കർത്താവ് നിന്നെ തൊടു. ഇപ്പോഴേ അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. ഓ പാവനാത്മാവേ, ഓ പാവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സന്തോഷത്തോടെ പ്രാർത്ഥിക്കും മക്കളെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. സ്നേഹത്തോടെ പ്രാർത്ഥിക്കൂ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ എന്തിനാ അങ്ങനെ പറയണമെന്നറിയാവോ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് തോന്നണം നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ആരാധിക്കണമെന്ന്. ദൈവത്തിലെ 1000 തവണ ആരാധിക്കേണ്ട, ആത്മാർത്ഥമായിട്ട് ഒരു തവണ ആരാധിച്ചാൽ അപ്പോഴേ കർത്താവത്തോടും. അതാണ് അഭിഷേകത്തിൻ്റെ ഒരു മാനം എന്ന് പറയണത്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാവനാത്മാവേ, മുള്ളുകൾ നിറയും എൻ മരുഭൂവിൽ പാപങ്ങളേറെയുള്ള എൻ ജഡത്തിന്മേൽ തീയിടുക. വീണ്ടും ശുദ്ധി നൽകുക, വീണ്ടും അഗ്നി നൽകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഓ പാവനാത്മാവേ, മുള്ളുകൾ നിറയും എൻ മരുഭൂവിൽ പാപങ്ങളേറെയുള്ള എൻ ജഡത്തിന്മേൽ തീയിടുക. വീണ്ടും ശുദ്ധി നൽകുക, വീണ്ടും ഏറ്റുപാട്, ഏറ്റുപാട്. നൽകുക. പാവനാത്മാവേ, നീ എന്നിൽ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് നിറഞ്ഞിടുക. പാട്. നീ എന്നിൽ, നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും ശക്തി നൽകുക, വീണ്ടും ശക്തി നൽകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഈ കൃപാസനത്താറിൽ പ്രത്യക്ഷന് സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും മാറ്റിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട്, എൻ്റെ ആദ്യത്തെ സാക്ഷ്യം, ഞങ്ങൾക്കൊരു കുഞ്ഞായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഞങ്ങൾക്ക് അതിനിടയ്ക്ക് 2 അബോർഷനായതുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാതെ ഞങ്ങൾ 1 വർഷം ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അത് 2023 ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. വൈഫ് സൗദിയിൽ നേഴ്സായി വർക്ക് ചെയ്യുമായിരുന്നു. എൻ്റെ പേര് സാജു, ഞാൻ അതിരമ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഇത് വൈഫ് കീർത്തി. ഇത് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് ദാനമായി തന്ന ഞങ്ങളുടെ കുഞ്ഞ് എക്ട കൃപ. അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ കൃപ എന്ന് പേരിട്ടേക്കുന്നത്. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ വൈഫ് തിരിച്ച് സൗദിയിലേക്ക് പോയി. 6 മാസത്തിന് ശേഷം ഞാൻ സൗദിയിലേക്ക് ചെന്നു. ഞങ്ങളൊരു കുഞ്ഞിന് വേണ്ടി അമ്മയോട് മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി വൈഫ് ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു. ഞാൻ സൗദിയിലേക്ക് ചെന്നപ്പോൾ ഞാനും ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞങ്ങൾ മുമ്പോട്ട് പ്രാർത്ഥിച്ചു തന്നെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ജനുവരിയിൽ വൈഫിൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് വേണ്ടി ഞാൻ നാട്ടിലേക്ക് വരാൻ ഒരുങ്ങി. വൈഫിന് ലീവ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മയെ ഞാൻ നാട്ടിൽ വരുമ്പം തീർത്ഥാടന ഉടമ്പടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേക്കാം, എനിക്കൊരു കുഞ്ഞിനെ വേണം എന്ന് ഞാൻ അമ്മയോട് ഞങ്ങൾ രണ്ടും മുട്ടുമ്പോഴായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ജനുവരി 6-ാം തീയതി 2025 ജനുവരി 6-ാം തീയതി അളിയൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ഇവള് വിളിച്ചു പറയുന്നു അവൾ കൺസീവായെന്ന്. അങ്ങനെ അമ്മ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നു. കുഞ്ഞിനെ പിന്നെ ഇവൾ 2 പ്രാവശ്യം അബോർഷൻ ആയതുകൊണ്ട് ഞങ്ങളുടെ പ്രഗ്നൻസി ഇത്രയും കോംപ്ലിക്കേഷനായിരുന്നു. ഞങ്ങൾ ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും ഞങ്ങൾ വിശുദ്ധ തൈലം, ഉപ്പ്, തേന് ഇതെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. 3 മാസം കുഴപ്പമില്ലാതെ പോയി. 5-ാം മാസം സ്കാനിങ്ങിൽ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ദൈവം അനുഗ്രഹിച്ച് ഒരു കുഴപ്പവുമില്ലായിരുന്നു. പക്ഷേ അവളുടെ പ്ലാസൻ്റ ലോ ആയിരുന്നു.
ലോ ക്ലാസിൻ്റെ ആയിരുന്നു. അപ്പം ഞങ്ങൾ ഡെലിവറിക്ക് വേണ്ടി നാട്ടിലേക്ക് പോരാൻ വേണ്ടി ഇരുന്നത്. ലോ ക്ലാസിൻ്റെ കാരണം ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോരാൻ സാധിച്ചില്ല. ട്രാവലിംഗ് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു അത് ക്രിട്ടിക്കലാണ്, അതുകൊണ്ട് പോരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ അവിടെ എല്ലാം ഇരുന്നു. അവിടെ ഡെലിവറി ഓഗസ്റ്റ് 23 ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ അമ്മ തന്നു. ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിനെ തന്ന് അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഞങ്ങൾ നാട്ടിലേക്ക് പോന്നു. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, ഞങ്ങൾക്ക് വീടില്ലായിരുന്നു. 7-8 വർഷമായിട്ട് ഞാൻ വീടില്ലാതെ വിഷമിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ജോലിയുണ്ട്, പക്ഷേ ഞങ്ങൾക്കൊരു വീടിന് വേണ്ടി ഞങ്ങൾ വിഷമിച്ചിട്ട് നടക്കുന്നില്ല. അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യമായി ഞാൻ ഇവിടെ വരുന്നത് ജനുവരി 16 2025 ഉടമ്പടി എടുത്തു. പോയി ആ ആഴ്ച തന്നെ എനിക്കൊരു പുതിയൊരു വീടിന് എനിക്ക് അഡ്വാൻസ് ടോക്കൺ ചെയ്യാൻ പറ്റി. അത് വലിയൊരു അനുഗ്രഹമായിട്ട് കണ്ടിക്കുകയാണ്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് മാത്രം സാധിച്ച കാര്യമാണത്. ഒരിക്കലും ഞങ്ങളുടെ ഒരു രൂപണക്കും ഇല്ലാത്ത സമയത്താണ് ഞങ്ങൾ ടോക്കൺ കൊടുക്കുന്നത്. അതിനുശേഷം 3 മാസങ്ങൾക്ക് ശേഷം ആ വീട് ഞങ്ങളുടെ സ്വന്തമായി ഞങ്ങളുടെ പേരിലേക്ക് എഴുതാൻ സാധിച്ചു. ഇന്ന് ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ വീട്ടിൽ കയറി താമസം നടത്തി. ഒരു കുഴപ്പമില്ല. അമ്മ തന്ന വീടാണ് അതെനിക്ക്. അങ്ങനെ ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. മൂന്നാമത്തെ സാക്ഷ്യമായിട്ടില്ല, അത് ഞങ്ങൾക്ക് അമ്മയുടെ പ്രസൻസ് അറിയാൻ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളാണ്. ഞങ്ങൾ സൗദിയിലാണ്, ഞങ്ങൾ 2 പേരും. കുഞ്ഞവിടെയാണ് ഉണ്ടായത്. അത് മക്കത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായി. അവിടുന്ന് ബെഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞങ്ങൾ ചെന്നത് അവിടെ അകത്ത് ഓഫീസിൽ പോകണം. നമുക്ക് അങ്ങോട്ട് പോകാൻ അനുവാദമില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ ജിദ്ദയിലേക്കുള്ള ഓഫീസിലേക്ക് വാങ്ങിച്ചു. വൈഫ് എന്ന് ഓഫീസിൽ കയറിക്കുമ്പം അവൾക്ക് എൻ്റെ പേരിലാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുള്ളൂ കൊച്ചിൻ്റെ. അതുകൊണ്ട് വൈഫിന് ചെന്നപ്പം വൈഫ് പറ്റത്തില്ല, ഞാൻ തന്നെ ചെല്ലണമെന്ന് പറഞ്ഞു. ഞാനിങ്ങൾ ഉച്ച കഴിഞ്ഞ് പിന്നെയും ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവളെ വൈഫിനെ കയറ്റി വിട്ടില്ല. എനിക്കാണെങ്കിൽ അറബി അറിയത്തില്ല, അവർക്ക് കിട്ടും ഇംഗ്ലീഷ് അറിയത്തില്ല. ആകെ പ്രശ്നം. ഞാൻ ചെന്നപാട് അവർ ബർത്ത് നോക്കിയപ്പം മക്കത്താന്ന് പറഞ്ഞുകൊണ്ട് ആ പുള്ളി എന്നോട് പറഞ്ഞു, അറബി പറഞ്ഞു, ഇവിടെ നടക്കുകയില്ല, മക്കത്ത് പോകണം. ഞാൻ അവിടെ നിന്ന് ആ നിമിഷം മാതാവിനോട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് മാതാവിനോട് ഉപ്പിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ആ നിമിഷം ആ പുള്ളി എന്നെ മേളത്തെ ഓഫീസിലേക്ക് വിട്ടു. അവിടെ ചെന്ന ഒരു സെക്യൂരിറ്റി ഓഫീസർ എന്നെ മാതാവ് കൊണ്ടു തന്നതാണ്. ആ ഓഫീസർ എന്നെ വിളിച്ചുകൊണ്ട് പോയി എന്താണെന്ന് ചോദിച്ചു. ഞാൻ പുള്ളിയോട് ഇംഗ്ലീഷിൽ കാര്യം പറഞ്ഞു. പുള്ളി നേരെ എന്നെ വിളിച്ചുകൊണ്ട് അവിടുത്തെ മെയിൻ ഓഫീസറുടെ അടുത്ത് ചെന്ന് കാര്യം പറഞ്ഞു. ആ പുള്ളി അന്നേരം സൈൻ ചെയ്തു. ഈ സെക്യൂരിറ്റി ഓഫീസർ എൻ്റെ കൂടെ വന്ന് ടോക്കൺ എടുത്ത് തന്നു. എല്ലാ കാര്യത്തിനും പുള്ളി കൊടുത്തു നിന്ന് എനിക്ക് കൊച്ചിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്ന് ഇഷ്യൂ ചെയ്ത് കിട്ടി. അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. എനിക്കൊന്നും അറിയത്തില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അത് ഞാൻ വാവൊളിച്ച് നിൽക്കുകയാണ്. വൈഫിനെ കയറ്റിയും വിടത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിനുശേഷം ഞങ്ങൾ ഒരു കുഴപ്പവും കൂടാതെ നാട്ടിലേക്ക് പോന്നു. ഇതാണ് ഞങ്ങളുടെ. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആത്മീയമായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായിരുന്നു. പ്രാർത്ഥന ഡെയിലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛൻ്റെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അച്ഛൻ്റെ ധ്യാനം മുടങ്ങാതെ കൂടാനും ഷെയർ ചെയ്യാനും തുടങ്ങി. അങ്ങനെ കുറേ കാര്യങ്ങൾ, ആത്മീയമായിട്ട് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇത് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇതെല്ലാം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പോരാൻ സമയത്ത് കറക്റ്റ് കൊച്ചിൻ്റെ പാസ്പോർട്ടിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് വൈഫിൻ്റെ പപ്പായ്ക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, ക്രിട്ടിക്കലായി, ICUലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അത്രയും വിഷമിച്ചിരിക്കുകയാണ്. മരണം ഉറപ്പിച്ച നിമിഷമായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞങ്ങൾക്ക് പോരാനും പറ്റുന്നില്ല. ആകെപ്പാടെ ഞങ്ങൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, പോരാൻ പറ്റുന്നില്ല. ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് മാതാവിനോട് ഞാൻ ഇവിടെ വന്ന സാക്ഷ്യം പറയാനുള്ളത് ഞാൻ എഴുതി. ആ നിമിഷം ഞാൻ ബൈബിളിൽ വെച്ചു. സാക്ഷ്യം പറയാനുള്ള ഈ കാര്യങ്ങളെല്ലാം അമ്മ തന്ന അനുഗ്രഹങ്ങളും എല്ലാം ഞാൻ എഴുതി ഞങ്ങൾ രണ്ടോട് ബൈബിളിൽ വെച്ച് പ്രാർത്ഥിച്ചു. 2 പേരും ഞങ്ങൾ പറഞ്ഞു, അമ്മയെ ഞങ്ങളുടെ നാട്ടിലെത്തേക്കുന്ന അമ്മ മാത്രമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞങ്ങൾ കയറി പോന്നു. വന്നു കഴിഞ്ഞപ്പം എയർപോർട്ടിൽ വരുമ്പോൾ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ ഇല്ലോ എന്ന് പേടിച്ച് ആകെ വിഷമിച്ച് നിൽക്കുമ്പം ആ നിമിഷം ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. വിശ്വാസപ്രമാണം ചൊല്ലി ഒരു കുഴപ്പവും കൂടാതെ ഞങ്ങൾക്ക് നാട്ടിൽ വരാൻ പറ്റി. പപ്പ മരിച്ചു. ഞങ്ങൾ അന്നാണ് വരുന്നത്. അങ്ങനെ ആകെ ഒരു വിഷമിച്ചാണ് നാട്ടിലേക്ക് വന്നത്. എന്നാലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ നാട്ടിലെത്തിയത്. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾ കൂടുതലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത്യാവശ്യം ഫണ്ട് അവിടെ ആയതുകൊണ്ട് സൗദിയിൽ കൂടുതൽ ആൾക്കാരെ സഹായിക്കുന്ന കാര്യങ്ങളൊന്നും പറ്റുന്നില്ല. അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നാട്ടിലേക്ക് ഫണ്ട് അയച്ചു കൊടുക്കും. വൈഫിൻ്റെ വീട്ടിലേക്കൊക്കെ ഫണ്ട് അയച്ചു കൊടുത്തും
അങ്ങനെ അവരെയൊക്കെ സഹായിക്കുക, അവരെ കുറച്ച് പേര് സഹായിക്കുക, അതേ ഉള്ളൂ. പള്ളി പോക്കോ കുമ്പസാരവും ഒന്നും കറക്റ്റായിട്ട് നടക്കും, നാട്ടിൽ വരുമ്പോൾ മാത്രം നടക്കും. ഞങ്ങളുടെ ഇവിടെ പള്ളിയോ കാര്യങ്ങളോ ഒന്നുമില്ല, അതുകൊണ്ട് ആ കാര്യങ്ങൾ നടക്കുന്നില്ല. പിന്നെ ഞാനിവിടെ ആദ്യമായിട്ട് വരുമ്പോൾ ഞാൻ പുറത്താണ് നിന്നത്, പുറത്തെ മാതാവിനെ കണ്ടു പോയ ഒരാളാണ് ഞാൻ ആദ്യം വന്നപ്പം. രണ്ടാമത് വന്നപ്പോൾ ഇവിടെ വന്ന് ഈ സൈഡിൽ നിന്ന് ഈ മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചു പോയി. മൂന്നാമത് വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു. ഇത് നാലാമത്തെ എൻ്റെ വരവിൽ ഞാൻ ഈ അൾത്താരെ കയറി സാക്ഷ്യം പറയാൻ എനിക്ക് ദൈവാനുഗ്രഹം, മാതാവ് അനുഗ്രഹം തന്നു. അത് നമ്മുടെ കഴിവും കൊണ്ടല്ല, മാതാവ് നമ്മളെ തരുന്ന അനുഗ്രഹമാണ്. നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് ഒത്തിരി പേര് സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ അത് സന്തോഷമായിട്ട് കേൾക്കുക. അതിനെ നിന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. മാതാവിൻ്റെ അനുഗ്രഹവും ദൈവാനുഗ്രഹവും മാത്രമാണ് ഇതെല്ലാം ഞങ്ങൾക്ക് തന്നത്. മാതാവ് തന്ന കുഞ്ഞ്, മാതാവ് തന്ന വീട്, എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് മുമ്പോട്ട് കാര്യങ്ങൾ, ജീവിതം മുമ്പോട്ട് പോകുന്നത്. അത് വലിയൊരു കാര്യമായിട്ട് കൂട്ടുന്നു. ഇത് നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവാനുഗ്രഹം കൊണ്ടും ദൈവകൃപ കൊണ്ടും മാത്രമാണ്. അതുകൊണ്ട് ദൈവം തന്ന, അമ്മയും മാതാവും ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രതീക്ഷീകരണത്തെ സാക്ഷിയാക്കി മാറ്റിയതിനെ അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ദിവ്യ ബെന്നി. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാപിന്നി ഇടവകയിൽ നിന്നാണ്. ഇതെൻ്റെ ഹസ്ബൻഡ്, എൻ്റെ 2 മക്കൾ, എൻ്റെ അമ്മയുമാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷമായിട്ടും ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല. 5 പ്രാവശ്യം എനിക്ക് മിസ്കാരേജ് ആയി പോയി. പല ആശുപത്രിയിലും ചികിത്സയ്ക്കായിട്ടും പോയിരുന്നു. അപ്പോഴെല്ലാം ഡോക്ടർ ഞങ്ങളോട് നിർദ്ദേശിച്ചിരുന്നത് പ്രഗ്നൻ്റ് ആയ അന്ന് തൊട്ട് ഡെലിവറി വരെ ഇഞ്ചക്ഷൻ വേണമെന്നായിരുന്നു. പക്ഷേ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ചെയ്തെങ്കിലും അത് മിസ്കാരേജ് ആയി പോകുന്ന അവസ്ഥയാണ് ഉണ്ടായേക്കണേ. അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് ഇല്ലാതെ 3 മാസമായിട്ട് DNCയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഞാൻ മാനസികമായും ശാരീരികമായും വളരെയധികം വേദനയിലൂടെയാണ് കടന്നു പോയിക്കണേ. ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളും എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ മാതാവിനെയും ഈശോയും കൂട്ടുപിടിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ ഞാൻ ഭർത്താവിനൊപ്പം ഗൾഫിലേക്ക് പോയി. അവിടെ വെച്ചിട്ടും ഞാൻ മിസ്കാരേജ് ആകുന്ന അവസ്ഥ ഉണ്ടായി. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒറ്റപ്പെട്ടു പോയി കരഞ്ഞ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം കൃപാസനത്തിലെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും കാണാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഓൺലൈൻ ദിവ്യബലി കൂടാനും ശ്രമിച്ചിരുന്നു. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മറ്റുള്ളവരുടെ പ്രാർത്ഥനയിൽ മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കാനായിട്ട് സമയം കണ്ടെത്തിയിരുന്നു. അങ്ങനെ പല DNC സമയത്തും പല ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ മാതാവിനെയും ഈശോനെയും കൂട്ടുപിടിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ ഞാൻ 2023 ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ കൃപാസനത്തിലെത്തി തീർത്ഥാടന ഉടമ്പടി എടുത്തു. അന്ന് ഞാൻ എൻ്റെ മക്കളില്ലാത്ത അവസ്ഥയും എന്നോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട സൗമ്യ ചേച്ചിയുടെ ഉണ്ണിയുടെ 5-ാം മാസത്തിൽ അറിഞ്ഞ ഹെർണിയ എന്ന രോഗം മാറാനും നിയോഗം വെച്ചിരുന്നു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഉണ്ണിയുടെ രോഗം മാറാണെങ്കിൽ നീയും സാക്ഷ്യം പറയാനായിട്ട് ഈ ആൾത്താരെ കയറി നിൽക്കണമെന്ന്. അങ്ങനെ ഞാനും എൻ്റെ മക്കളില്ലാത്ത അവസ്ഥയും വെച്ചെങ്കിലും അത് മിസ്കാരേജ് ആയി പോയി. DNC ചെയ്യാൻ നാട്ടിലേക്ക് വരേണ്ടി വന്നു. ആ സമയത്താണ് ഞാൻ കൃപാസനത്തിലെ സാക്ഷ്യം പറയാനായിട്ട് വരുന്നത്. അങ്ങനെ ഞാൻ ജോസഫച്ചനെ കാണാനും ജോസഫച്ചൻ്റെ കൈവെപ്പ് പ്രാർത്ഥനയും അതുപോലെ അച്ഛൻ തൈലം തന്ന് അടിവയറ്റിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാനും പറഞ്ഞു. പിന്നെ അച്ഛൻ പറഞ്ഞത്, നീ നിൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്കല്ലേ പോകുന്നതെന്നാണ്. വേറെ ഒന്നും തന്നെ അച്ഛൻ പറഞ്ഞില്ല. ആ സമയത്ത് എനിക്കൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ ഞാൻ ഗൾഫിലേക്ക് പോയി. അവിടെ വെച്ച് എനിക്ക് പ്രഗ്നൻ്റ് ആകുമ്പോൾ ഇഞ്ചക്ഷൻ വേണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ആ ഇഞ്ചക്ഷൻ ചെയ്യാൻ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് തന്നെ ചെയ്യാൻ പേടിയായിരുന്നു. അപ്പോൾ അതിനായിട്ട് മാതാവ് എനിക്കൊരാളെ ഒരുക്കി തന്നു, ധന്യ ചേച്ചി ഒരുക്കി തന്നു. ധന്യ ചേച്ചി എപ്പോഴും, ധന്യ ചേച്ചി ഒരു നേഴ്സാണ്. അപ്പോൾ എൻ്റെ ഡെലിവറി ടൈമിലും എല്ലായ്പ്പോഴും ധന്യ ചേച്ചി കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം എനിക്കൊരു സ്വപ്ന ദർശനം ഉണ്ടായി. ഞാനൊരു ആൺകുഞ്ഞിനെ പ്രസവിച്ച് ഡോക്ടർ എൻ്റെ കയ്യിൽ വെച്ച് തരുന്നത്. അത് കഴിഞ്ഞ 1 മാസമാകുമ്പോഴേക്കും ഞാൻ പ്രഗ്നൻ്റായി. അങ്ങനെ ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞാൻ പോലും എനിക്ക് 2 മക്കളാണെന്ന് അറിയുന്നതിന് മുന്നേ എൻ്റെ മമ്മിക്കൊരു സ്വപ്ന ദർശനം ഉണ്ടായി, എനിക്ക് 2 ആൺമക്കളാണെന്ന്. ഇന്ന് ആ ഉണ്ണികൾ ഇട്ട്
വന്നിരിക്കുന്ന ഡ്രസ്സായാലും മമ്മി ആ സ്വപ്നത്തിൽ കണ്ട ഡ്രസ്സ് പോലെയാണ് ഞങ്ങൾ ഇട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഉണ്ണികളുടെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നതും അതുപോലെ എല്ലാ സ്കാനിങ്ങുകളും എൻ്റെ ഡെലിവറിയൊക്കെ മാതാവിൻ്റെ ദിവസമായ ചൊവ്വാഴ്ച ദിവസമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ 5-ാം മാസമായപ്പോൾ 5-ാം മാസത്തിൽ മമ്മി എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ ദുബായിലായിരുന്നു. അപ്പോൾ 5-ാം മാസത്തിലെ അനോമലി സ്കാനിങ്ങിൽ ഒരു ഉണ്ണിയുടെ ലെൻസിൽ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശമുണ്ടെന്ന് പറഞ്ഞു. അത് കൂടി വരാണെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷനാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. അങ്ങനെ ഡോക്ടേഴ്സ് 2 ആഴ്ച കഴിഞ്ഞിട്ട് സ്കാനിങ് പറഞ്ഞു. ആ ടൈമിൽ ഇവർക്ക് വെള്ളത്തിൻ്റെ അംശം വളരെ കുറഞ്ഞതായിട്ട് അറിഞ്ഞു. അത് ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു മിറാക്കിളാണെന്നാണ്. കാരണം കൂടാണെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളായിരുന്നേ. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി പ്രാർത്ഥിച്ചും ഒരുങ്ങിയൊക്കെ പോയി. ആ സമയത്തൊക്കെ എനിക്ക് ഉടമ്പടി തൈലവും ഉപ്പും തേനും എല്ലാം ഞാൻ ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ 2025 ജനുവരി 26-ാം തീയതി ഡെലിവറിക്കായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായതിനു ശേഷം ജനുവരി 28-ാം തീയതി ഞാൻ 2 ആൺമക്കൾക്ക് ജന്മം നൽകി. യാതൊരു കുഴപ്പം തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ഗൾഫിലായതുകൊണ്ട് തന്നെ ഹസ്ബൻഡിനൊന്നും നൈറ്റ് നിൽക്കാൻ പറ്റില്ല. പക്ഷെ ആ ടൈമിലൊക്കെ എനിക്ക് എൻ്റെ അമ്മയ്ക്കും മാതാവ് ഈശോയും കൂട്ടായിരുന്നു. കാരണം ഞങ്ങൾ പോലും അറിയാത്ത ആൾക്കാർ ഞങ്ങൾക്ക് സഹായത്തിനായിട്ട് ആ സമയത്തൊക്കെ എത്തിയിരുന്നു. അതുപോലെ ഞാൻ സൗമ്യ ചേച്ചിയുടെ ഉണ്ണിയുടെ സാക്ഷ്യം വന്നപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം അന്ന് ആ സാക്ഷ്യത്തിൻ്റെ പേര് ഒരു ജീവൻ രക്ഷിച്ച മരിയൻ്റെ മെൻറ്റർ ദിവ്യ എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ധാരാളം പ്രാർത്ഥന സഹായങ്ങൾ ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഒരു ധ്യാനം ഓൺലൈനായിട്ട് കൂടിയിരുന്നു. അപ്പോൾ ആ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബ്രദർ എന്നോട് പറഞ്ഞത്, നീ ഒരു പൂവ ചോദിച്ചുള്ളൂ, നിനക്കൊരു പൂന്തോട്ടമാണ് തന്നേന്നാണ്. അങ്ങനെ കുറേയധികം അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോയത്. അങ്ങനെ ഉണ്ണികൾക്ക് ഒരു കുഴപ്പമില്ലാതെ മാതാവ് ഈശോയും ഞങ്ങളുടെ കയ്യിലേക്ക് തന്നു. ഞാൻ ഉടമ്പടി എടുത്തിട്ട് 3 മാസം ആവണേക്കാൾ മുന്നേ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് വളരെയധികം ഒരു സമയ ചുരുക്കത്തിൻ്റെ ഒരു അടയാളം തന്നെയായിരുന്നു. ഇതെല്ലാം തന്ന മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി പറയുകയാണ്. അതുപോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. കാരണം ഞാൻ ഗൾഫിലായതുകൊണ്ട് മമ്മിയോട് പറയും, ആരെങ്കിലും അവിടേക്ക് വരുന്നുണ്ടെങ്കിൽ പത്രം വാങ്ങി കൊടുത്തേക്കാൻ പറയും. അങ്ങനെ അവിടെ ഷാർജ പള്ളിയിലൊക്കെ ഞാൻ പത്രപ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ മാതാവിൻ്റെയും ഈശോയുടെയും ഈ അനുഗ്രഹത്തിന് 1000 നന്ദി. ജീവിക്കുന്ന സാക്ഷികളാക്കി, പ്രത്യക്ഷീകരണത്തിൽ ജീവിക്കുന്ന സാക്ഷികളാക്കി ഉയർത്തേന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലൊരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലം 10 വർഷമായിട്ട് വിറ്റ് പോവാനായിട്ട് തടസ്സം നേരിട്ടിരുന്നു. ആ സ്ഥലവും ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ആ സ്ഥലവും വിറ്റുപോയി. നേർച്ച വസ്തുക്കൾ ഞാൻ പ്രഗ്നൻ്റ് അല്ലാത്ത സമയത്ത് എൻ്റെ അടിവയറ്റിൽ തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ ഉപ്പും തേനും എല്ലാം ഉപയോഗിച്ചിരുന്നു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈശോയ്ക്കും ദൈവമാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ധന്യ ജോസ്. കോടഞ്ചേരി ഇടവകയിൽ നിന്ന് വരുന്നു. കോഴിക്കോട് ജില്ലയിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ 2022 ജൂലൈ 30-ാം തീയതിയാണ് കൃപാസനം സന്നിധിയിലേക്ക് കടന്നു വരുന്നത്. ഞാൻ 2007 നേഴ്സിംഗ് പാസ്സായ ഒരു വ്യക്തിയായിരുന്നു. അന്നു മുതൽ 18 വർഷമായി ഒരു ഗവൺമെൻറ് നേഴ്സ് ആകണമെന്ന എൻ്റെ സ്വപ്നവുമായി ഞാൻ വളരെയധികം പരിശ്രമിച്ചെങ്കിലും എല്ലാ ഗവൺമെൻറ് എക്സാമുകളും ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു, റാങ്ക് ലിസ്റ്റിൽ വരാറുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവസരം കിട്ടാറില്ലായിരുന്നു. അങ്ങനെ ഞാൻ കൃപാസന സന്നിധിയിലേക്ക് കടന്നു വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. എൻ്റെ ലാസ്റ്റ് ചാൻസായ എക്സാം എൻ്റെ ഉടമ്പടി പുതുക്കാനായി ഞാൻ വരുമ്പോഴായിരുന്നു രണ്ടാമത്തെ ലാസ്റ്റ് ചാൻസ് എക്സാം വിളിച്ചത്. ഈ എക്സാം ഞാൻ ഉടമ്പടിയിൽ ഉറച്ചു വിശ്വസിച്ച് ഞാൻ ഉടമ്പടി കാശുരൂപവുമായി പോയി ധൈര്യമായി എഴുതി. ഇത്രയും കൂളായി ഞാൻ അറ്റൻഡ് ചെയ്തൊരു എക്സാം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ എക്സാം ഞാൻ ദൈവാനുഗ്രഹത്താൽ പെർഫോം ചെയ്യുകയും അതിൽ എനിക്ക് നല്ല റാങ്കോടുകൂടി ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നു. അങ്ങനെ 572 റാങ്ക് എനിക്ക് ലഭിക്കുകയും ആ റാങ്ക് ലിസ്റ്റ്
ഉടനെ തന്നെ യോഗ്യത വന്ന് ടേൺ അനുസരിച്ച് എനിക്ക് ജോലിയിൽ പ്രവേശിക്കാനും പറ്റി. ഇന്ന് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നേഴ്സിംഗ് ഓഫീസറായി വർക്ക് ചെയ്യുന്നു. ഞാൻ എങ്ങനെയാണോ എൻ്റെ ഈ അൾത്താരയിൽ നിയോഗം എഴുതി വെച്ചത്, അതേ അക്ഷരം പോലും തെറ്റാതെ എനിക്ക് ആ നിയോഗം പരിശുദ്ധ അമ്മ ദിവ്യകുമാരിൽ നിന്ന് എനിക്ക് മേടിച്ച് തന്നു. കാരണം ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ എനിക്ക് ജോലി വേണമെന്ന് ഞാൻ നിയോഗം എഴുതി വെച്ചിരുന്നു. ആ ഒരു അവസരത്തിന് വേണ്ടി മാതാവ് എന്നെ ഒരുക്കുകയായിരുന്നു. ആദ്യത്തെ ടേണിൽ തന്നെ എനിക്ക് കയറാനായി 1 മാസം മുൻപത്തെ ടേണിൽ എനിക്ക് വരേണ്ടതായിരുന്നു ഞാൻ. പക്ഷേ വീണ്ടും 1 മാസം കൂടെ എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ ടൈമിൽ എനിക്ക് വളരെയധികം ഞാൻ നിരാശപ്പെട്ടു പോയി. എങ്കിലും മാതാവ് എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒരുക്കുകയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ പിന്നത്തെ ടേണിൽ എനിക്ക് കയറേണ്ടി വന്നപ്പോൾ ആ ദിവസം ജോയിൻ ചെയ്ത് ആകെ 3 പേര് മാത്രമായിരുന്നു. അവരോട് മാത്രം ഒരു മെഡിക്കൽ കോളേജിലും ചോദിക്കാത്ത പോലെ നിങ്ങൾക്ക് എവിടെയാണ് എക്സ്പീരിയൻസ് എന്ന് ഞങ്ങൾ 3 ആളോടും ചോദിച്ചു. ഞങ്ങളത് പറയുകയും അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾക്ക് ജോലി ലഭിക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മയ്ക്കും ദൈവമാരനും 1000 നന്ദി. പിന്നീട് ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തത്, ഓൾഡ് ഏജ് ഹോം ഞാൻ എല്ലാ സൺഡേയും വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിലായതുകൊണ്ട് തന്നെ എനിക്ക് സൺഡേ മാത്രമാണ് ഓഫ് കിട്ടുന്നത്. ആ ഒരൊറ്റ ദിവസം ഞാൻ പണികൾ ഒതുക്കിയിട്ടാണെങ്കിലും ഞാൻ ആ ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്യുകയും അവിടുത്തെ രോഗികളെ കണ്ട് അവരെ കുളിപ്പിച്ച് അവരുടെ വ്രണങ്ങൾ വെച്ച് കെട്ടി കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടി പത്രം ഞാൻ അക്രൈസ്തവ മേഖലകളിലും എനിക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം പ്രാർത്ഥിച്ച് തന്നെ ഉടമ്പടി പത്രം ഞാൻ വിതരണം ചെയ്തു. ഞാൻ ആരെ കണ്ടെത്തിയാലും ഒരു വിഷമം പറയുന്ന ഒരാൾ എൻ്റെ മുന്നിൽ വന്നാൽ ഞാൻ അവരോട് ആദ്യം കൃപാസനത്തിൻ്റെ കാര്യവും ഉടമ്പടിയുടെ കാര്യമാണ് പറയാറ്. അങ്ങനെ ഒരു 3ഓളം ആളുകൾ ഞാൻ വഴിയായിട്ട് കൃപാസനത്തിലേക്ക് വരാനായിട്ട് സാധിച്ചു. ഇപ്പോഴും ഒരു വ്യക്തി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കുണ്ടായ അനുഭവം നമ്മൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുമ്പോഴാണ് അവരുടെ വിശ്വാസത്തിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നാം പ്രയോഗിക്കണം. കാരണം നമ്മളുടെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് സാക്ഷ്യമായി മാറണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ആളായിരുന്നു ഞാൻ. പിന്നെ എൻ്റെ ഈ ഉടമ്പടി ഭാഗമായിട്ട് എൻ്റെ പേഴ്സണൽ പ്രെയർ എനിക്ക് കുറച്ച് കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ടും പറ്റുന്ന തരത്തിലെല്ലാം കുമ്പസാരിക്കാനും കുർബാനയിൽ പങ്കെടുക്കുവാനും മറ്റുള്ളവരിലേക്ക് ദൈവസ്നേഹത്തോടെ കാണാനും കൂടുതലായ രോഗികളെ അറപ്പും നമുക്ക് ചീഞ്ഞളിഞ്ഞ രോഗികളുടെയൊക്കെ എടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന അറപ്പൊക്കെ എനിക്ക് മാറി അവരിൽ ഞാൻ ഈശോയുടെ മുഖമാണ് കാണുന്നത്. എനിക്കങ്ങനെ ഒരു അറപ്പോ വെറുപ്പോ ഇപ്പോൾ എനിക്കില്ല. ആ ഒരു എല്ലാ എൻ്റെ ആറ്റിറ്റ്യൂഡും എനിക്ക് മാറിക്കിട്ടി. ദൈവസ്നേഹത്താൽ എനിക്ക് മറ്റുള്ളവരെ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ജീവിതത്തിലും സ്വഭാവത്തിലും ഉടമ്പടി എടുത്തതിൻ്റെതായ മാറ്റങ്ങൾ എന്ന രീതിയിൽ എനിക്ക് മറ്റുള്ളവരോട് ഒരുപാട് ക്ഷമിക്കാനും സഹകരിക്കാനും, എത്ര തന്നെ എന്നോട് ദേഷ്യപ്പെട്ടാലും അവരോട് എനിക്ക് പെട്ടെന്ന് തന്നെ ക്ഷമിച്ച് അവരോട് സംസാരിക്കാനും ഒക്കെയുള്ള അനുഗ്രഹം ഈശോ എനിക്ക് തന്നു. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി.